ലോകം മുഴുവൻ അതായത് 75 രാജ്യങ്ങൾ ചുറ്റിക്കാണാൻ ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര സ്കോർപിയോയിൽ ഇറങ്ങിയ മലയാളി യുവാവ് മുഹമ്മദ് സിനാൻ കാനഡ കണ്ടപ്പോൾ ഒന്നമ്പരന്നു. ഈ കാനഡയിൽ എന്തൊരു തണുപ്പാ! ആദ്യമായാണ് ഇത്ര തണുപ്പുള്ള ഒരു രാജ്യത്തെത്തുന്നത്. നോർവേയിലൊക്കെ കനത്ത മഞ്ഞുണ്ടായിരുന്നെങ്കിലും ഇത്ര തണുപ്പില്ലായിരുന്നുവെന്നാണ് മുഹമ്മദ് സിനാന്റെ ഫസ്റ്റ് കമന്റ്. ഇന്ത്യൻ നിർമ്മിത വാഹനത്തിൽ യാത്ര ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടുകയാണ് യുണൈറ്റഡ് വാൻഡർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് സിനാന്റെ ജീവിത ലക്ഷ്യം. വർഷങ്ങളുടെ പ്ലാനിങ്ങിനൊടുവിൽ യാത്ര തുടങ്ങിയിട്ട് 10 മാസമായി. 48ഓളം രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചു. വണ്ടിയിലെ ബാക്ക് സീറ്റിൽ ഒരുക്കിയ കിടക്കയിലായിരുന്നു ഉറക്കമെല്ലാം. പക്ഷെ കാനഡയിൽ വന്നപ്പോൾ അതൊന്നും പറ്റാണ്ടായി. കാരണം അത്ര തണുപ്പാണ്. ഇപ്പോൾ ഹോട്ടലുകളിലാണ് രാത്രി താമസം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ട് മോടിയാക്കിയ കർണാടക രജിസ്ട്രേഷൻ കാർ ആരുടെയും ശ്രദ്ധ ആകർഷിക്കും. ലോകസഞ്ചാരിയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് കനേഡിയൻസ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇറാനിലൂടെ ദുബായിൽ ഷിപ്പ് ചെയ്തു. ദുബായിൽ നിന്ന് ഇറാൻ വഴിയായിട്ട് യൂറോപ്പിൽ മൊത്തം എല്ലാ രാജ്യങ്ങളും യൂറോപ്പിൽ കവർ ചെയ്തു. യൂറോപ്പിൽ തന്നെ 10-36 രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് അവിടെ യു കെ പോയി. യു കെ നിന്ന് ഞാൻ പിന്നെ ഹാലിഫാക്സ് വരെ, കാനഡയുടെ ബോർഡറായ ഹാലിഫാക്സ് വരെയാണ് ഷിപ്പ് ചെയ്ത് വണ്ടി. കാരണം അവിടെ അറ്റ്ലാന്റിക് സീ ആയതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല, മാർഗമൊന്നുമില്ല. പിന്നെ ഹാലിഫാക്സിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞാൻ ടൊറോണ്ടോയിൽ വന്നു. ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സ്നോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെതർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ നോർമലി വണ്ടിനകത്ത് തന്നെ ഉറങ്ങാറൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ലാസ്റ്റ് 8-9 months ആയിട്ട് വണ്ടിനകത്ത് തന്നെ കിടക്കാറൊക്കെ. അപ്പോൾ ഈ ഒരു വെതർ കണ്ടീഷനിൽ അത് നല്ലവണ്ണം ബുദ്ധിമുട്ടാകുന്നുണ്ട്. കാനഡയിൽ നിന്ന് ഇപ്പോൾ നെക്സ്റ്റ് US പോകണമെന്നുള്ള പ്ലാനാണ്. അവിടുന്ന് ഓസ്ട്രേലിയ പോവുക, പിന്നെ മലേഷ്യ പോവുക, പിന്നെ അങ്ങനെ നാട് പഠിക്കുക. അപ്പോൾ ഇന്ത്യ ടു ഇന്ത്യ ഒരു ട്രിപ്പ് ആവും. അങ്ങനെ സ്പെഷ്യൽ പ്ലേസ് ആയിട്ട് ഞാൻ ഹയസ്റ്റ് പ്രിഫർ ചെയ്യുന്ന വില്ലേജ് സൈഡാണ്. പക്ഷേ ഈ ഒരു വിന്റർ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതുവരെ അങ്ങനെ മേജർ ആയിട്ടുള്ള ചാലഞ്ചസ് ഒന്നും ഞാൻ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഫുള്ള് പ്ലാൻഡ് ആയിരിക്കും എല്ലാ ജേർണിയും. ഒരു നല്ല ദിവസം തന്നെ പ്ലാൻ ചെയ്യും, അടുത്ത ദിവസത്തിന്റെ ഒരു ദിവസം. അപ്പോൾ സ്പെഷ്യലായിട്ട് ചാലഞ്ചസ് ഒന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഇന്ത്യൻ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഈ നമ്മൾ സർവീസിങ്ങും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ ഇതുവരെ പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. അതിന് സമയമെടുത്ത് ആലോചിച്ച് നമ്മളെ മനസ്സ് ആദ്യം റെഡിയാക്കണം ഈ യാത്ര പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡിയാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോയി വരാം, US ന്യൂയോർക്കൊക്കെ പോയി വരുന്ന പോലെ പോയി വരാന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും നടക്കില്ല. എക്സ്പെൻസസ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഇറങ്ങുന്ന സമയത്ത് ഒരു 1 year ഒക്കെ ഞാൻ പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങും. നമ്മളിപ്പോൾ ഇത്രയും രാജ്യം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ ഡയറക്റ്റായിട്ട് നമ്മളൊരു പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പോകുന്ന വലിയ പൈസ ഒന്നും വേണ്ട. ഏകദേശം 10 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി തിരിച്ചു വരാം. അങ്ങനെ ഫേസ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നതിന് ബേസിക്കായിട്ടുള്ള മെഡിസിൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമല്ലോ. പിന്നെ അതല്ലാതെ എവിടെയെങ്കിലും മലയാളീസ് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. എവിടെയെങ്കിലും ഒരു മലയാളി ഡോക്ടറായിട്ടുണ്ടാവും. അപ്പോൾ അവരായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ആവും. നമ്മളെ വീഡിയോസ് കാണാൻ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അയച്ച് റെഡി ആവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്.